കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മുടെ മസ്ക് മെലൺ ഉണ്ടല്ലോ, ഷമാം മസ്ക് മെലൺ എന്നൊക്കെ പറയുന്ന സാധനം. ഇതാണ് ഐറ്റം. അത്ര വലിയ ടേസ്റ്റ് ഒന്നുള്ള സാധനമൊന്നുമല്ല. എന്നാൽ മിക്ക ആളുകൾ ഷുഗറൊക്കെ ഉള്ള ആളുകൾ കഴിക്കാൻ നല്ലതാണ്. അതും മാംഗോയും വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ ഞാനിത് രണ്ടും ഒരേ അളവിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ മാംഗോ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് ഷമാം ഒരു പകുതിയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മാംഗോ ഞാൻ അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മാംഗോൻ്റെ കൂടെ ആപ്പിളോ പഴം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ മാംഗോ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാംഗോ എടുത്തു. പിന്നെ കുറച്ച് നട്ട്സ്, കാഷ്യൂനട്ടും നമ്മുടെ ബദാമും കൂടി ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തണുത്ത പാൽ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്, കാരണം ഐസ്ക്രീമും ചേർത്ത് കൊടുക്കും. ബാക്കി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കണ പാലൊഴിച്ചാൽ മതി. അപ്പോൾ ഒരു കപ്പിനെ ഞാൻ ഫ്രീസ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടില്ലേ, ഐസ് പോലെ കുറച്ച് ഐസ് പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലോണം തണുത്തിരിക്കുക. അത് കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഈ തണുത്ത പാലും മൊത്തം തണുത്ത പാലിട്ട് കഴിക്കണോണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മൊത്തം തണുത്ത പാൽ ഒഴിച്ച് തന്നെ അടിച്ചോളൂ. അല്ലെങ്കിൽ ഇതേപോലെ പകുതി പകുതിയായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെല്ലാത്തിനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നീ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഷുഗറോ ചേർത്ത് കൊടുത്താൽ മതി. മാംഗോ നല്ല മധുരം ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇനി പാലും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഐസ്ക്രീമും കൂടി ചേർക്കുന്നുണ്ട്, വാനില ഐസ്ക്രീം. അപ്പോൾ അതൊക്കെ മധുരം ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ആവശ്യം വരുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് അടിക്കാം. അപ്പോൾ ഇത് ഞാൻ അതിനെ അടിച്ചെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞിട്ടില്ല. കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നമുക്കൊന്നും കൂടി അരയ്ക്കാം. ഈ മൊത്തം പാലൊഴിച്ച് കൊടുക്കുകയാണേ, തണുത്തത്. എന്നിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അടിച്ചു കൊണ്ടുവന്നപ്പോൾ കുറച്ച് കട്ടയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു അര കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി, ഏത് രീതിയിൽ വേണം എന്നുള്ളതനുസരിച്ച്. ഇതിനകത്തേക്ക് ഞാൻ 2 സ്പൂണ് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്നുകൂടി. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് വാനില എസൻസോ അല്ലെങ്കിൽ റോസ് സിറപ്പോ ഒക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒന്നും ചേർക്കണില്ല, ആ ഒറിജിനൽ ഫ്ലേവറിൽ തന്നെ ഇടുകണേ. അപ്പോൾ ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിൻ്റെ മധുരം നോക്കി കഴിഞ്ഞപ്പോൾ നോർമൽ മധുരം ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു മധുരം, പിന്നെ ഐസ്ക്രീമിൻ്റെയും. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പഞ്ചസാര ചേർക്കാണ്ടിരിക്കണം നല്ലത്. അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മേടി ചേർത്തിട്ട് അടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും മധുരം ഇതിനകത്തേക്ക് ഇടണില്ല, ഈ ഒരു മധുരത്തിൽ തന്നെ എടുക്കണേ. കുറച്ച് മാംഗോ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കണ ഡ്രൈ ഫ്രൂട്ട്സും കൂടി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മസ്ക് മെലൺ അല്ലെങ്കിൽ ഷമാം എന്നൊക്കെ പറയും. അതും മാംഗോയും ചേർത്തിട്ടുള്ള മിൽക്ക് ഷേക്ക്. നല്ല ടേസ്റ്റാണ്. ആ ഷമാം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ഇത് കഴിച്ചു കൂട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും